വാഗമൺ ബസ് സ്റ്റോപ്പിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വെടിക്കുഴിയിലെ വാഗമൺ പൈൻ ഫോറസ്റ്റ് പ്രകൃതി സ്നേഹികൾക്കും കുടുംബങ്ങൾക്കും ദമ്പതികൾക്കും ഒരു ഹരിത പറുദീസയാണ്. ഈ 6 ഏക്കർ മനുഷ്യനിർമ്മിത വനം കുത്തനെയുള്ള ചരിവുകളിൽ പരിസ്ഥിതിയിൽ വളരുന്ന ഉയരമുള്ള പൈൻമരങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് സൃഷ്ടിക്കപ്പെട്ട ഈ വനം ഇപ്പോഴും വാഗമണിലെ താഴ്വാരങ്ങളിലും പുൽമേടുകളിലും തലയുയർത്തി നിൽക്കുന്നു. അതിമനോഹരമായ സൗന്ദര്യം. ചരിവുകളിലെ ഗംഭീരമായ പൈൻമരങ്ങളുടെ കാഴ്ച തികച്ചും വിസ്മയകരമാണ്. അവിശ്വസനീയമായ കാഴ്ചയ്ക്ക് പുറമെ പ്രകൃതിദത്തമായ ചുറ്റുപാടുകൾക്കിടയിലും ഇത് യാത്രക്കാർക്ക് ചില അത്ഭുതകരമായ സ്വകാര്യ നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്നു. വനത്തിലൂടെ നടക്കുന്ന ഒരു ചികിത്സാ അനുഭവമാണ്. സന്ദർശകർക്ക് ഭ്രാന്തമായ ആൾക്കൂട്ടത്തിൽ നിന്ന് വളരെ അകലെയായതിനാൽ ശാന്തത അനുഭവപ്പെടും. വാഗമൺ പൈൻ ഫോറസ്റ്റ് സഞ്ചാരികൾക്ക് അവിശ്വസനീയമാംവിധം മനോഹരമായ പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിൽ ചില സ്വകാര്യ നിമിഷങ്ങൾ ആസ്വദിക്കാൻ അവസരമൊരുക്കുന്നു. ഗംഭീരമായ പൈൻമരങ്ങൾ ദിവസം മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാഴ്ച സൃഷ്ടിക്കുന്നു. മഞ്ഞ സൂര്യപ്രകാശം മരങ്ങൾക്കിടയിലൂടെ വനത്തിലേക്ക് കടക്കുമ്പോൾ പരിസ്ഥിതി കൂടുതൽ മാന്ത്രികമാകും. ആ കാഴ്ച ആകർഷകം മാത്രമല്ല, തികച്ചും വിസ്മയിപ്പിക്കുന്നതാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും വളരെ അകലെയായതിനാൽ സന്ദർശകർക്ക് കാട്ടിൽ ശാന്തത അനുഭവപ്പെടുന്നു. കോട്ടയത്ത് പശ്ചിമഘട്ടത്തിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന വാഗമണിലെ പൈൻ ഫോറസ്റ്റ് കേരളത്തിന്റെ ഉഷ്ണമേഖലാ ഭൂമിക്ക് സവിശേഷമായ ചാരുത നൽകുന്നു. വാസ്തവത്തിൽ ഉഷ്ണമേഖലാ സൗന്ദര്യത്താൽ തഴച്ചു വളരുന്ന ഒരു സ്ഥലത്ത് ഇത്രയും മഹത്തായ വനം കണ്ടെത്തുന്നത് വളരെ അപൂർവമാണ്. ഉയർന്ന പൈൻമരങ്ങളാൽ പൊതിഞ്ഞ ഒരു വലിയ പ്രദേശമാണ് വനത്തിനുള്ളത്. അവയെല്ലാം കുത്തനെയുള്ള അരികുകളിൽ വളരുന്നു. അതിനാൽ മൃദുവായ ട്രെക്കിങ്ങിന് വനം ഒരു നല്ല സ്ഥലമാണ്. കുടുംബങ്ങൾക്കോ ദമ്പതികൾക്കോ ഒരു കൂട്ടം സുഹൃത്തുക്കൾക്കോ വനത്തിനുള്ളിൽ ഒരു പിക്നിക് പോലെ ആസ്വദിക്കാം. പശ്ചിമഘട്ടത്തിന്റെ അതിരിൽ സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഗമണിൽ പൊതുവെ വളരെ തണുത്ത കാലാവസ്ഥയാണുള്ളത്. ഇവിടുത്തെ വേനൽക്കാല പകൽ താപനില 10 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. തേയിലത്തോട്ടങ്ങൾ, പുൽത്തകിടികൾ, മഞ്ഞ്, ഷോളമലകൾ എന്നിവ വാഗമണിന്റെ ചാരുതയ്ക്ക് മാറ്റുകൂട്ടുന്നു. മൊട്ടക്കുന്നുകളും അനന്തമായ പൈൻമരക്കാടുകളും വാഗമണിന്റെ മറ്റ് പ്രത്യേകതകളാണ്. ഇവിടങ്ങളിലെ മലമ്പാതയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. വാഗമൺ മലകളുടെ അടിവാരം തീക്കോയ് വരെ നീണ്ടുകിടക്കുന്നു. തങ്ങൾമല, മുരുകൻമല, കുരിശുമല എന്നീ 3 മലകളാൽ വാഗമൺ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇവ 3 തീർത്ഥാടക പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തേക്കുള്ള യാത്ര സുഖകരമാണ്. ഒരു വശത്ത് അഗാധമായ കൊക്കയും മറുവശത്ത് കരിമ്പാറ അരിഞ്ഞിറങ്ങിയ കോടമഞ്ഞ് കൂടിയ മലനിരകളും. ഈരാറ്റുപേട്ട പീരുമേട് ഹൈവേയിൽ വെള്ളിക്കുളം മുതൽ വഴിക്കടവ് വരെ 6 കിലോമീറ്റർ ദൂരം പാറക്കെട്ടുകളിൽ അരിഞ്ഞിറങ്ങിയ റോഡുകളിലൂടെ സഞ്ചരിച്ചാണ് വാഗമണ്ണിലെത്തുക. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമണിലെ പൈൻ വാലി. വാഗമണ്ണിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലമാണ്. അടുക്കടുക്കായി വളരെ ചിട്ടയായ രീതിയിൽ ഒരുക്കിയ പൈൻമരങ്ങളാൽ മനോഹരമാണ് ഈ ടൂറിസ്റ്റ് സ്പോട്ട്. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വന്ന് വിശ്രമിക്കാനും ഒഴിവു സമയം ചെലവഴിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പർ പൈൻ വാലി, ലോവർ പൈൻ വാലി എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ ഫോട്ടോഷൂട്ടിലും അല്പസമയം വിശ്രമിക്കാനും ലഘുഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റിയ ഒരിടമാണ് ഇവിടെ. എൻട്രൻസ് ഫീ 10 രൂപ ഒരാൾക്ക് വീതം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഗമൺ പൈൻ ഫോറസ്റ്റ് വാഗമണിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. പ്രത്യേകിച്ച് പ്രകൃതി സ്നേഹികൾ. കോട്ടയം ഇടുക്കി അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പൈൻ ഫോറസ്റ്റ് പ്രകൃതിദത്തമായ ചുറ്റുപാടുകൾക്കിടയിൽ യാത്രക്കാർക്ക് അതിമനോഹരമായ ചില സ്വകാര്യ നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഗാംഭീര്യമുള്ള പൈൻമരങ്ങളുടെ അത്ഭുതകരമായ സൗന്ദര്യം വളരെക്കാലം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു നിർത്തുകയും നിങ്ങളെ വിസ്മയം നിറയ്ക്കുകയും ചെയ്യുന്നു.
പിക്നിക്കുകൾക്ക് വനം മികച്ച സ്ഥലമാണ്.